പ്രദീപ് ജി നമസ്കാരം. നമസ്തേ. ആസ് എ കോൺഷ്യസ് റിസർച്ചർ ആൻഡ് എ പാരാസൈക്കോളജിസ്റ്റ്, എനിക്ക് താങ്കളോട് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എല്ലാവരും ഈ പാരാസൈക്കോളജിസ്റ്റുകളെ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനമുണ്ടോ, ഞങ്ങൾക്ക് ആത്മാവിനെ കാണാൻ പറ്റുമോ? എൻ്റെയും ചോദ്യം അത് തന്നെയായിരുന്നു. ഞാൻ പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാറിനെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അതിനുശേഷം ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിലേക്കായി നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രമാണോ, അല്ലെങ്കിൽ ഇത് മനുഷ്യന്റെ ഭയവും വിശ്വാസവും കോർത്തിണക്കിയിട്ടുള്ള ഒരു മനഃശാസ്ത്രമാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ പാരാസൈക്കോളജി? ധനുഷ്, ഈ പാരാസൈക്കോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, പാരാസൈക്കോളജിയെ പറ്റി ഡീപ്പായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഒരു എലിജിബിൾ ഉള്ള ഒരാളാണെന്ന് ശരിക്കും അറിയില്ല. ഈ പാരാസൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ഒരിടത്തും പബ്ലിഷ് ചെയ്യാറില്ല. ഞാനൊരു കോൺഷ്യസ് റിസർച്ചറാണ്. ഞാൻ ഈ പാരാസൈക്കോളജിയെ പറ്റി ആദ്യമായിട്ട് പലരുമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട റിട്ടയർഡ് DGP, അഡീഷണൽ DGP അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ട് ആദ്യം ഞാൻ ടോക്ക് ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രദീപൻ, ഞാൻ ഒരുപാട് എനർജീസ് കാണുന്നുണ്ട്, ഞാൻ ബെഡ്റൂമിലെ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഡിബേറ്റ് ചെയ്തു. എന്താണ് ബെഡ്റൂമിലെ പ്രേതം? സാറിന് ബെഡ്റൂമിലെ പ്രേതത്തിനെ കാണാൻ എന്താണ് അവസ്ഥ? സാർ ഇത് വെറുതെ പറയുന്നതല്ലേ? അന്ന് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഞാനുണ്ടായിരുന്നു, നമ്മുടെ പാരാസൈക്കോളജിസ്റ്റ് രാധാകൃഷ്ണ പണിക്കർ സാർ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട കോച്ചെ ഉണ്ടായിരുന്നു, എല്ലാ മീഡിയ പ്രവർത്തകന്മാരും ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഡിബേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു നിഴല് പോലെ രൂപം കണ്ടു. ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു, കൺക്ലൂഷൻസ് ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ പലരുമായിട്ടും ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, പല ചർച്ചയിലുണ്ട്. അതിനുശേഷം US ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, യോഗ സംസ്കൃതി റിലീജിയസ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ ഡയറക്ടറായി പാരാസൈക്കോളജിയുടെ ഹെഡായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഞാനിത് വളരെ വിദഗ്ധമായി എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈ ആത്മാവിനെ പറ്റി പല സ്ഥലങ്ങളിലും പലരുമായിട്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും പല കാഴ്ചകൾ പലരും കണ്ടെന്ന് എന്നോട് കഥകൾ പറയുന്ന സമയത്തും ഞാൻ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട്, ഇൻക്ലൂഡിങ് മീഡിയ പ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു, പല ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് സംസാരിക്കുന്നു. അതായത് ഈ ഒരു ഡെസിഗ്നേഷൻ അപ്പുറം ഞാൻ ആക്ച്വലി ഒരു ബ്രാൻഡിങ് കൺസൾട്ടന്റ് ആണ്. അപ്പോ ഒരു കമ്പനിയുടെ ബ്രാൻഡിങ് കൺസൾട്ടന്റ് ആകുന്ന സമയത്ത് ഞാൻ ആ കമ്പനിയുടെ പെർസോൺ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, ഇൻഡിവിജ്വൽ ആളുടെ പെർസോണ ചോദിക്കാറുണ്ട്. അപ്പോ എന്റെ ഈ പാരാസൈക്കോളജിയുടെ എന്റെ ഒരു വ്യഗ്രത ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ എനർജി ഉണ്ടെന്നും ഓരോ ICUവിലും കിടക്കുന്ന പേഷ്യൻസ് മരിച്ചു പോകുന്നുണ്ടെന്നും എന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പാരാസൈക്കോളജിസ്റ്റോട് സംസാരിച്ചു. പിന്നെ ഇതിന്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയതും ഈ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ കണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു തൊരിയ എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തൊരിയ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മാക്കളെ കാണാൻ പറ്റും. ആത്മാക്കൾ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഒരു എനർജി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളെക്കാളും വേറെ രീതിയിൽ എനർജിയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? നോർമലി പരലോകം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്നത് 2-3 ദിവസം മുൻപ് പരലോകത്തിൽ നിന്നും നമ്മളെ ഗൈഡ് ചെയ്തതിന്റെ ഡിസിഷൻ ആണെന്നാണ് ഈ പാരാസൈക്കോളജിസ്റ്റ് പ്രതിപാദിക്കുന്നത് പല ആൾക്കാരും. അപ്പോ പിതൃക്കൾ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഭയങ്കരമായി ശക്തിയുള്ള, അതായത് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ ധനുഷെ, ഈ കുട്ടിയെ കാണാൻ അപ്പൂപ്പനെ പോലെ ഇരിക്കുന്നു, അപ്പൂപ്പന്റെ അതേ ആക്ടിവിറ്റിയാണ്, അമ്മൂമ്മയെ പോലെ ഇരിക്കുന്നു, അമ്മൂമ്മ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്നൊക്കെ പറയും. അപ്പൊ ഇതെല്ലാം ശരിക്കും പിതൃപരമ്പരയുടെ ഭാഗങ്ങളാണ്. നമ്മൾക്കെല്ലാം ഈ മരണം കഴിഞ്ഞ് ഈ ജന്മത്തിലേക്ക് ഇവിടെ വന്ന് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ന് പറയുന്ന സോളാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് ജന്മം എടുക്കുന്നത്, അല്ലെ? ഈ ജന്മം എടുത്തതിന് ശേഷം ഞാനെല്ലാം ഒരു സോളാണ് ഒരു അമ്മയുടെ ഗർഭപാത്രം സെലക്ട് ചെയ്യുന്നത്. 1, 2, 3 തലങ്ങളിൽ നിൽക്കുന്ന സോളുകളാണെങ്കിൽ വീക്ക് സോളുകളാണ്. 3 മുതൽ 4, 5, 6, 7 തലങ്ങളിൽ നിൽക്കുന്ന ഡയമെൻഷൻസിൽ നിൽക്കുന്ന സോളുകളാണെങ്കിൽ ഹയർ സോൾസ് ആണ്. ഇവർക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും പറ്റും, ഇവർക്ക് അടുത്ത തലങ്ങളിലേക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും പറ്റും. ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഹയർ സോൾസ് ഇവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ലോവർ സോൾസ് ആണ് ഈ പറയുന്ന നമ്മൾ കാണുന്ന പ്രേതങ്ങൾ അല്ലെങ്കിൽ ഭൂതമെന്നും പിശാചെന്നും എനർജി എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പല, ഇപ്പോ യക്ഷിണി എന്ന് പറയുന്ന ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട്. അതായത്
ഈ നമ്മളുടെ ഈ പറയുന്ന 50 വയസ്സ് വരെ ജീവിതമെങ്കിൽ, അല്ലെങ്കിൽ 80 വയസ്സ് വരെയാണ്, അല്ലെങ്കിൽ 90 വയസ്സ് വരെയാണ്, ഈ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവര് പല സെഗ്മെന്റേഷനിലേക്ക് പോകും. യക്ഷിണിയായിട്ട് പോകാം, ഈ ഇവിൽ സ്പിരിറ്റ് ആയിട്ട് പോകാം. അപ്പം ഇതെല്ലാം ചിലപ്പോൾ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരിക്കലും ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് വരാൻ കഴിയില്ല. ഇവർ സ്വാഭാവികമായിട്ടും പല രീതിയിൽ പല തലങ്ങളിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതാണ് ഈ പേടിപ്പെടുത്തലുകളായിട്ട് ആൾക്കാർ കണ്ടെന്നും ഈ ഇടയ്ക്ക് എൻ്റെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും കൊല്ലം മെഡിക്കൽ കോളേജും ഈ ഭാഗങ്ങളിൽ സൗണ്ടുകൾ കേൾക്കുന്നു പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത് എന്താണ്, അവിടെ ഭൂതമുണ്ട്, പിശാചുണ്ട്. ഇതൊന്നുമല്ല. ഈ മോക്ഷപ്രാപ്തി കിട്ടാതെ നടക്കുന്ന ഒരുപാട് സ്പിരിറ്റുകളില്ലേ, ഒരുപാട് ആത്മാക്കളില്ലേ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇന്ന് പല രാജ്യങ്ങളും എത്രയോ ഡോളർ ഒരു ഇയർലി സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പരലോകവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള മാധ്യമ രംഗത്ത് പല സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിന്റെ ഭാഗമാണ്. അത് രാധാകൃഷ്ണ സാർ പണിക്കറിന്റെ ആഫ്റ്റർ ഡെത്ത് എന്ന ബുക്ക് വായിക്കുകയോ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫുൾ ജേണൽ ഉണ്ടാവും. ഈ ജേണൽ ഞാനും സ്റ്റഡി ചെയ്തതാണ്. അപ്പോൾ ഈ ആത്മാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് ഭയങ്കര ഭയാനകമായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനർജി ഉണ്ടോ എന്ന് എങ്ങനെ ധനുഷ മനസ്സിലാക്കുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിനെ വിളിച്ചുകൊണ്ട് കാണിക്കും അല്ലെ. ഈ ഔട്ട് ഓഫ് ഇന്ത്യയിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ബാങ്കോക്ക് ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും നിരവധി കോൺക്ലേവുകൾ പല രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കോൺക്ലേവുകൾ ചെയ്യുന്ന സമയത്ത് ബാങ്കറ്റ് ഹാളിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എക്സ്പേർട്ടിനെ മിഷണറീസുമായിട്ട് വരുത്തും. ESPN പോലെ പല പല മിഷണറീസ് ഉണ്ട്. അപ്പോൾ ആ മിഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യും എനർജി ഉണ്ട് എന്ന്. അപ്പൊ ആദ്യം ഞാൻ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് പക്ക കമേഴ്ഷ്യലാണ്, ഇതൊക്കെ ഇദ്ദേഹം പേയ്മെന്റ് മേടിക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കൂടെ പോകും. ഇതിന്റെ ഒരു അറിവ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന എനർജി 100% ഉണ്ട്. അത് ആര് എങ്ങനെ കാണുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സോളിന്റെ പവർ പോലെ ഇരിക്കും. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ പറയുന്ന അഡീഷണൽ DGP അലക്സാണ്ടർ ജേക്കബ് സാറ് പല കേസ് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ സോള് നല്ല സോളാണ്. അദ്ദേഹത്തിന് പല ഈ പറയുന്ന എനർജി വേൾഡുമായിട്ട് പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കോൺഷ്യസ് ലെവലിലേക്ക് നോക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യാൻ പലർക്കും പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ടോക്ക് ഞാനും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എനിക്കത് ഒരിക്കലും അത് അംഗീകരിക്കാൻ ആസ് ആൻ ഇന്ത്യൻ എനിക്ക് സാധിച്ചു എന്ന് വരില്ല. ബട്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വിശ്വാസിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. സാർ, ഇതില് ഈ ഗോസ്റ്റ് ആത്മാവ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ആക്ച്വലി ഒരു എനർജി ആണോ അല്ലെങ്കിൽ അതൊരു ഇമാജിനേഷൻ ആണോ എന്നുള്ള ഒരു ചോദ്യം പല ആൾക്കാരുടെ മുമ്പിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കും അത്തരത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ ഈ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഹനുമാൻ ചാലിസ ഇട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഒരു രാത്രിയിൽ എനിക്ക് ആ ഉറക്കത്തിന്റെ ഇടയിൽ എനിക്ക് ഹനുമാന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവിടെ സീരിയസ്ലി ഹനുമാന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ബട്ട് എനിക്കത് അപ്പൊ തന്നെ ഞാൻ ഉണർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു വാട്ട് ഈസ് ദിസ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു പുക പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയ കാര്യം, ഞാനൊരു പാതി ഉറക്കത്തിലേക്ക് വീഴുകയായിരുന്നു. ആ പാതി ഉറക്കത്തിന്റെ ഈ ഹനുമാൻ ചാലിസയുടെ ഇമ്പം എൻ്റെ ഉപബോധ മനസ്സ് എനിക്ക് കാണിച്ചു തന്ന ഒരു വിഷ്വൽ ആയിരിക്കാം. അല്ലാതെ ഇത് ഒറിജിനൽ സാധനമല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ഫോഗ് പോലെ ഒരു സാധനം ഇങ്ങനെ വന്നു. അപ്പോൾ അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഹനുമാൻ റിയലായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഇതൊരു എനർജിയാണോ? അപ്പോൾ എനിക്കുണ്ടായത് ഒരു ഇമാജിനേഷനാണ്. ഒരു പാരാസൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗോസ്റ്റ് ഹണ്ടർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു എനർജി ആയിട്ടാണോ ഫീൽ ചെയ്യുക? അതായത് ജസ്റ്റ് ഒരു പ്യൂർ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണോ? സാറ് പറഞ്ഞൊരു കാര്യം, നമുക്ക് ആത്മാക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അവിടെയുള്ള ഒരു ഡൗട്ട്,
നമ്മുടെയൊക്കെ പുരാണങ്ങളിലും നമ്മുടെയൊക്കെ മതഗ്രന്ഥങ്ങളിലും നിയമസംഹിതകളിലും പറയുന്നത് ഈ ആത്മാവെന്ന് പറയുന്നത് ഒരു മുടിനാടിട 1,00,000 കോടി കീറിയാൽ എങ്ങനെ ഇരിക്കും, അത്രയ്ക്കും മൈന്യൂട്ടാണ്, അത് വെള്ളം കൊണ്ട് നനയ്ക്കാൻ സാധിക്കില്ല, തീ കൊണ്ട് ഭസ്മീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും ഡൈല്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക കോൺഷ്യസ്നെസ്സിനെ നമ്മൾ എന്ത് രൂപം ഉപയോഗിച്ചാണ് കാണുന്നത്? ഇപ്പൊ ധനുഷ് എന്ന് പറയുന്ന ഈ രൂപം ഇതിനകത്തിരിക്കുന്ന കോൺഷ്യസ്നെസ് എടുത്തത് കൊണ്ടാണ്, ആ എനർജി ഈ മാസിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്, താങ്കളെ എനിക്ക് പ്രദീപ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്താണ് രൂപമുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. എന്താണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ രൂപം? അതാണ് എന്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. ധനുഷിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100% ഹാലൂസിനേഷൻ ആണ്. അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആൽഫ ബീറ്റ ഗാമ സ്റ്റേറ്റിലൂടെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് എന്താണോ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഫീഡ് ചെയ്യും. അത് നമുക്ക് വിഷ്വൽ ആയിട്ട് മേ ബി കാണാം. അപ്പോൾ ഒരു അനക്കം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളത് പ്രേതമാണെന്നോ രൂപമാണെന്നോ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി ഞാനൊരു രൂപത്തിനെ കണ്ടെന്നോ മൂർത്തിയെ കണ്ടെന്നോ പ്രേതത്തിനെ കണ്ടെന്നോ അത് ടിപ്പിക്കലി ഹാലൂസിനേഷൻ ആണ്. എനിക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും ഏറ്റവും മിനിമം ഒരു 200 കോൾസിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതിൽ ഞാനൊരു 20-25 കോൾസാണ് എടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നത് ഞാൻ ദൈവത്തിനെ കണ്ടു, ഞാൻ ഹോസ്റ്റിനെ കണ്ടു, പ്രേതത്തിനെ കണ്ടു. അതിനുശേഷം ഞാൻ ഹനുമാൻ ചാലീസയായിട്ട് കിടന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അതെ. അപ്പൊ ഈ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഇതൊരു ഹാലുസിനേഷൻ അല്ലേ. ഇപ്പൊ നാളെ ശിവരാത്രിയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് വരുന്ന കോളിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഞാൻ മഹാദേവനെ കണ്ടു എന്നുള്ളതാണ്. മഹാദേവനെ കാണണമെങ്കിൽ അത് വലിയൊരു എനർജിയാണ്. ആ മോക്ഷപ്രാപ്തി കിട്ടി മഹാദേവനെ കാണാൻ നടക്കുന്ന ഒരു ലാർജസ്റ്റ് ഓഡിയൻസ് ഉള്ള സമൂഹമാണ് ഇത്. അപ്പോ ഇവിടെ മഹാദേവനെ കാണുക അത്ര ഈസി അല്ല. അപ്പൊ ഞാൻ ചോദിക്കും മുടി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ സമയമില്ലെങ്കിൽ പറയും പെട്ടെന്ന് എന്റർടൈൻ ചെയ്യില്ല, സമയമുണ്ടെങ്കിൽ പറയും നിങ്ങൾ എങ്ങനെയാ കണ്ടത്, എന്താണ് വിഷ്വല്, അൾട്ടിമേറ്റ്ലി ഇത് ഇല്യൂഷൻ ആണെന്ന് ഞാൻ അവരെ ഓവർ റൂൾ ചെയ്യും. അപ്പൊ അവര് പറയും ഇല്ല സാറേ ഞാൻ ഭഗവാനെ കണ്ടു. അപ്പൊ അവരുടെ വിശ്വാസത്തിനെ മുറിക്കാൻ ഞാൻ ആരുമല്ല. അപ്പോ അത് അവരുടെ 100% ഇല്യൂഷനാണ്. പിന്നെ ഇനി അപ്പുറം ഇതൊരു എനർജി വേൾഡാണ്. എനർജി വേൾഡിനകത്ത് നമ്മൾ മരണം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന സമയത്ത് 100% ആത്മാക്കളുണ്ട്, സോളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ റീബർത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ സോളിനെ കാണുക എന്ന് പറയുന്നത്, ഇവിടെ ഞാനൊരു 3 പ്രാവശ്യം എൻ്റെ അസ്ട്രൽ ട്രാവൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അറിഞ്ഞും അറിയാതെയും ആഗ്രഹം കൊണ്ടും ആഗ്രഹമില്ലാതെയും ആദ്യം ഞാൻ ഭയങ്കരമായി പേടിച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഗൈഡൻസ് വഴി ഞാൻ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു. പക്ഷെ അങ്ങനെ നിരവധി ആൾക്കാർ ട്രാവൽ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇത് എനർജി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ എന്റെ വിശ്വാസത്തിനെ ഞാൻ ഒരാളിലേക്കും അടിച്ചേൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ എനർജി വേൾഡ് ഉണ്ട്. ഈ പറയുന്ന എനർജിയെ കാണുന്നത് ചിലപ്പോൾ ഒരു ഷെയ്ഡായിട്ടായിരിക്കാം, എന്തോ പാസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ആ പാസ് ചെയ്യുന്നത് ചിലപ്പോ ആക്ച്വൽ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി ആയിരിക്കാം. അവിടെയൊക്കെ അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പേർട്ട് ആയിരിക്കാം. ഞാൻ ഒരാളുടെ പേര് പറയാം, നിങ്ങൾ അദ്ദേഹത്തിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹം ഒരു തന്ത്രിയാണ്. അദ്ദേഹം ലൊക്കേറ്റ് ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയാണ്. അദ്ദേഹം നിരവധി പൂജകൾ കേരളത്തിനകത്തും പോയി ചെയ്യുന്ന ഒരു തന്ത്രിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി അദ്ദേഹത്തിന്റെ മഠത്തിലേക്ക് ഒന്ന് കയറി, ഞാനും ഫാമിലിയായിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു രാത്രി അദ്ദേഹം കണ്ണൂര് പോകാൻ വണ്ടി പുറത്ത് കിടപ്പുണ്ട്, പോകാൻ ഇറങ്ങി നിൽക്കുക. അതിന് പ്രീവിയസ് വീക്കിൽ അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹം രാത്രി ഇരുന്ന് ഉറങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തു നിന്നു. ഡ്രൈവർ എന്ന് പറയുന്ന ആൾ ഒരു പരികർമ്മിയാണ്, നല്ല ഉപാസനയും ജപവും ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബാക്കിൽ ഒരു ഷെയ്ഡ് ഈ തന്ത്രി കണ്ടു, രാജേഷ് തന്ത്രി കണ്ടു. അപ്പൊ രാജേഷ് പറഞ്ഞു പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞു. അത് പരികർമ്മിക്ക് മനസ്സിലായി. വണ്ടി കയറിയ സമയത്ത് ഇവരെ റൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, പല ഭാഗങ്ങളിലും വഴിതെറ്റിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതാണെന്ന്. അതൊരു യക്ഷിണി സമുദായത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പല എനർജീസും ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു, എൻ്റെ വേറെ ഒന്നുമില്ല പ്രദീപ ക്രിയകൾ ചെയ്യാൻ, ഞാൻ ആസെ തന്ത്രി, ഞാൻ പഠിച്ച വിദ്യകൾ ഞാൻ അവിടെ ഇരുന്ന് സാങ്കല്പികമായി ചെയ്യുകയും അത് പൂർണ്ണമായി വിട്ടുപോവുകയും ചെയ്തു. അതിനും ശേഷം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഒരു കർമ്മിയുമായിട്ട് രാത്രി ബൈക്കില്, ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ധനുഷിന് അദ്ദേഹത്തിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, ഡയറക്ട്ലി സംസാരിക്കും, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇദ്ദേഹം രാത്രി ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള പരികർമ്മിക്ക് വീട്ടിൽ രാത്രി കിടക്കുന്ന സമയത്ത് പേടിയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ബൈക്കിൽ കയറുന്നു, ബൈക്കിന്റെ പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. എത്ര ആക്സിലേറ്റർ കൊടുത്തിട്ട് പോകുന്നില്ല.
അത് അപ്പോ ശരി. എങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, രാജേഷ് ജി കറക്റ്റ് ആണോ? അപ്പൊ പ്രദീപ് ജി അത് വളരെ കറക്റ്റ് ആണ്. അദ്ദേഹം ഞാനോട്ട് വളരെ മാനസികമായി അടുപ്പമുള്ള എനിക്ക് ഉം. വളരെ ഒരു തന്ത്രിയേക്കാളും അപ്പുറം വളരെ ഒരു ജ്യേഷ്ഠ മനസ്സിലായി. സഹോദരൻ എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ ഉം. അദ്ദേഹം പറഞ്ഞു, ഞാനത് താന്ത്രിക പ്രകാരം അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റിയെന്ന് പറഞ്ഞു. ഓക്കെ. ഇതിന്റെ വേറൊരു ഡയമെൻഷൻസ് ഉണ്ട്. നേരത്തെ ധനുഷ് പറഞ്ഞ നമ്മുടെ ആ, ആഞ്ജനേയനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? യാ. ഇദ്ദേഹം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഉം. തൊഴുതിട്ട് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും വിറ്റുവച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, അറിയാലല്ലേ? അതെ അതെ അവിടുന്ന് അത് പിന്നെ അദ്ദേഹം പിന്നെ കുറച്ച് കുന്നിക്കുരു എടുത്ത് മഞ്ചാടിക്കുരു എടുത്ത് വീട്ടിൽ ഓ കൊണ്ടുവന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഇദ്ദേഹത്തിന്റെ തലയിൽ ആരോ പിടിച്ച് വലിക്കുന്ന ഒരു തോട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ, ഉം. പ്രദീപ് എന്റെ തോന്നലാണോ എന്നറിയില്ല, കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കൃഷ്ണനാണ് എന്നെ തലയിൽ പിടിച്ച് വലിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. അത് അപ്പൊ ശരി. ഞാൻ ചോദിച്ചു കൃഷ്ണനോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പ്രദീപ് ജി ഇദ്ദേഹം എന്റെ തലയിൽ പിടിച്ച് വലിച്ചിട്ട് ഭയങ്കരമായി എനിക്ക് പെയിൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഉം. അദ്ദേഹം ഉം. മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു ശ്രീവിദ്യ ഉപാസകനാണ്, ഉം. സാധാരണ ഒരാളല്ല. ഉപാസനയിൽ നിൽക്കുന്ന ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു അദ്ദേഹമാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉം. ഉം. സാധാരണ രീതിയിൽ ഒരാൾ പറയുമ്പോൾ ഞാൻ അതിനെ ക്രിട്ടിസൈസും ചെയ്യും, അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യും. മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനെ ഓക്കെ. പൂർണ്ണമായിട്ട് റെസ്പെക്ട് ചെയ്ത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹം ആ. പറഞ്ഞു, പ്രദീപ് ജി ഞാൻ കൃഷ്ണനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഓ. നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചു. അതായത് ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും പല എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കഥ എനിക്ക് ഫെമിലിയർ ആണ്. അപ്പൊ ഇദ്ദേഹം ഉം. പറഞ്ഞു, ഞാൻ ഗുരുവായൂർ വന്നിട്ട് വരെയല്ലേ ചെയ്തോളൂ, ഞാൻ എന്താ ഉം. ചെയ്തേ? നീ എന്റെ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും എടുത്തിട്ട് വന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോ ഓ. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, എത്രയോ ആൾക്കാര് അവിടുന്ന് എന്തൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ഞാൻ 5 മഞ്ചാടിക്കുരുവല്ലേ എടുത്തിട്ട് അതാണ്. വന്നത്, അതിനാണോ അതെ. എന്നെ എങ്ങനെ പിടിച്ചത്? അപ്പോ കൃഷ്ണൻ പറഞ്ഞൊരു രീതിയുണ്ട്. കൃഷ്ണൻ ഇപ്പൊ പറഞ്ഞത്, ശബരിമല ഈ സ്വർണ്ണപ്പാളി മഞ്ചാടി കേസിലൊക്കെ ആണെങ്കിൽ കിടന്നുറങ്ങാനേ പറ്റൂല അവർക്കൊന്നും. ഞാനിത് കേട്ടപ്പോ അയ്യപ്പൻ ചിരിച്ചു. വന്ന് അദ്ദേഹത്തോട് അയ്യപ്പൻ വന്ന് ചോദിച്ചു. പമ്പയില് പറയൂ പറയൂ ബാക്കി അതെ കൂടെ അതെ. കേൾക്കണം. അപ്പൊ അതെ അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ എന്നോട് പറഞ്ഞത്, ഈ ഉം. മഞ്ചാടിക്കുരു എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ ജന്മം കൊണ്ട് ജീവിച്ചു പോകുന്ന ഓരോ ആൾക്കാരാണ്. ഓരോ ഉം. ആൾക്കാർക്കും പേരുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ മഞ്ചാടിക്കുരുവിനും പേരുണ്ടെന്ന് പറഞ്ഞു. ഓരോ ആൾക്കാരുടെ ഓ. പേര് പറഞ്ഞു എന്നാ പറയുന്നത്. കുറച്ചുപേരുടെ പേര് പറഞ്ഞു. അപ്പോ ആ മോക്ഷപ്രാപ്തി കിട്ടാനിരുന്ന ഒരാളെയാണ് നീ ഇവിടെ വന്ന് എടുത്തിട്ട് പോയത് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് വാർണിംഗ് കൊടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? നെക്സ്റ്റ് വീക്ക് ഇവിടുന്ന് ബസ് കയറി അവിടെ പോയി ഈ മഞ്ചാടി എല്ലാം കൊണ്ട് എറിഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കരമായി ചിരി തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ പോയെന്ന് ചോദിച്ചു. അപ്പൊ പ്രദീപ് ജി, എനിക്ക് അങ്ങനെ കിട്ടിയൊരു ഇൻഡിക്കേഷൻ ആണ്, ഞാൻ പോയി ഉം. കൊടുത്തിട്ട് വന്നു, പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഭഗവാന്റെ ദർശനം കിട്ടിയ ഒരാളാണ് ആ തന്ത്രി എന്നുള്ളതാണ് ഞാൻ അവിടെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോ ചില മൂർത്തിമാരെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു മൂർത്തി ഉം. ഉപാസനയോ ഒരു ജപമോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ മൂർത്തിയുടെ പ്രസൻസ് കാണും. അത് ധനുഷ് കണ്ടതുപോലെ ചിലപ്പോൾ ഇല്യൂഷൻ ആയിരിക്കാം, ഉം. ചിലപ്പോ ആക്ച്വൽ മൂർത്തിയായിരിക്കാം. ആക്ച്വൽ മൂർത്തിയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നീഡ്സും ഇവരുടെ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിപ്ലൈ, നെക്സ്റ്റ് ഡേ ഗൈഡൻസ്, വീണ്ടും റെപ്പിറ്റേഷൻ വരാം. അവിടെയാണ് ഒരു ആക്ച്വൽ മൂർത്തി എന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഉം. ഇല്യൂഷൻ ആയിട്ട് അവിടെ അങ്ങ് കഥ തീരും. ഉം. അപ്പൊ അതെ അതെ ഇതൊരു അതെ. എനർജി വേൾഡ് ആണ്. അല്ല സ്വാഭാവികമായിട്ട് എനിക്ക് എനർജി ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഞാൻ മൂർത്തികളെ മനസ്സിലാക്കുന്നത്. ആരാധിക്കുന്ന 2-3 പേരെ എനിക്കറിയാം. അത് ഭദ്രകാളി ആരാധന നടത്തുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ ആ. ഒരു ശ്രേണ സ്വഭാവം അവർക്കുണ്ടായിരിക്കും. അവർക്ക് മുഖം നല്ല ഉം. ഐശ്വര്യമായിരിക്കും. ഞാനിത് വിശ്വസിച്ചിരുന്നില്ല ആദ്യം. ഉം. പിന്നെ എനിക്ക് ഉം. വിശ്വാസം വന്ന ഉം. യഥാർത്ഥത്തിൽ ഈ ഹനുമാൻ മൂർത്തി ആരാധിക്കുന്ന ഒരാളുണ്ട്. ആ പുള്ളിക്കാരൻ ഈ മരത്തിന്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറുന്ന യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ടാണ് കയറുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അതുകൊണ്ടാണ്. പിന്നെ വേറൊരു വ്യക്തി എനിക്കറിയാവുന്ന, അദ്ദേഹം നരസിംഹസ്വാമിയുടെ ആരാധന നടത്തുന്നതാണ്. അതായത് ഇതിന്റെ അടുത്ത് പോയിരിക്കാനേ പറ്റില്ല, നമുക്ക് ഭയമാവും. എന്താണെന്ന് അറിയില്ല, ചുമ്മാ അടുത്ത് പോയിരുന്നാൽ മതി, അതെ പെട്ടെന്ന് അതെ. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഭയം വരും. അങ്ങനെയുള്ളതാണ്. അപ്പൊ അത് എനിക്കതിൽ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ പ്രദീപ് ജി, ഇത് നമുക്ക് ഉണ്ടാകുന്ന ഉം. എക്സ്പീരിയൻസ്, ഇപ്പൊ താങ്കൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് താങ്കൾ പുറത്ത് പറയുമ്പോൾ അത് എനിക്ക് വിശ്വാസം വരണമെന്നില്ല. ഇത് നമുക്കൊക്കെ അതെ, ഇത് എക്സ്പീരിയൻസിലൂടെ ഉറപ്പല്ലേ. എല്ലാ കാര്യങ്ങളും അതെ മനസ്സിലാക്കാനായിട്ട് അതെ സാധിക്കുകയുള്ളൂ. ഇപ്പോ താങ്കൾ പറഞ്ഞ ആ അതെ. തന്ത്രി രാജേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം പറയുന്നു, നമ്മൾ കേൾക്കുന്നു, നമുക്കറിയില്ല. അത്രമാത്രമേ നമുക്ക് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്റെ ഉം. എന്റെ ഉം. വിഷയമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയാണ് ഉം. കൺക്ലൂഡ് ചെയ്യാൻ ഉം. പറ്റുന്നത്. ഉം. എന്തായിരുന്നാലും ഉം. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പിന്നെ ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ ഉടായ്പകളും ഉണ്ട് എന്നുള്ളതാണ്
വേറൊരു കാര്യം, ദേഹത്ത് ഉറപ്പല്ലേ? ചോറ്റാനിക്കരമ്മ ഉറപ്പല്ലേ? വരുന്നു, അതെ, ആ. ആറ്റുകാലമ്മ അതെ, വരുന്നു അതെ, എന്നൊക്കെ പറഞ്ഞ അതെ, ഒരുപാട് അതെ, പേരുണ്ട് അതെ, 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 എന്നുള്ളതാണ്. അതെ, അതെ. അപ്പൊ അങ്ങനെ അതൊരു യഥാർത്ഥത്തിൽ കർമ്മമാണ്. കർമ്മം ചെയ്യുന്നവർക്ക് തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒന്നും പുറത്തു വരുന്നില്ല. മറ്റേതൊക്കെ ആൾക്കാർ ബിസിനസ് ആക്കി എടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. ഇനിയും നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിക്കട്ടെ, സംസാരിക്കാൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു പ്രദീപ്.